നമസ്കാരം. KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. ഗോപാലകർക്ക് കൈനിറയ സമ്മാനങ്ങളുമായി ക്ഷീരസംഗമത്തിന് തുടക്കം. 1ാം സ്ഥാനത്തെത്തുന്ന ഉരുവിന്റെ ഉടമസ്ഥന് സ്വർണ്ണ നാണയം സമ്മാനം. തൊഴിലാളികൾക്ക് സർക്കാരിന്റെ വക വൈദ്യുതാഘാതം. UDF സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും തെറ്റായ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ സമരം നടത്തി. പമ്പയുടെ മാനസപുത്രനായി ജലരാജാക്കന്മാർക്കിടയിലേക്ക് സെന്റ് പയസ് തന്ത് പുത്തൻചുണ്ടൻ. നെഹ്റു ട്രോഫി ലക്ഷ്യമിട്ട് കന്നി അംഗം. വാർത്തകൾ വിശദമായി. പാൽ വില വർദ്ധിക്കുന്നതിന് ആനുപാതികമായ ഗുണം ക്ഷീരകർഷകർക്ക് ലഭിക്കുന്നില്ലെന്ന് ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി. കാലിത്തീറ്റയുടെ വില വർധനവ് കർഷകർക്ക് താങ്ങാനാവാത്ത വിധം ഉയരുകയാണ്. വളരെയധികം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് ക്ഷീരകർഷകർ ഇന്നും ഈ മേഖലയിൽ നിലനിൽക്കുന്നതെന്നും മോൻസി സോണി പറഞ്ഞു. സിവിൽ സപ്ലൈസ് മാതൃകയിൽ ക്ഷീരകർഷകർക്ക് സബ്സിഡിയോടുകൂടി കാലിത്തീറ്റ ലഭ്യമാക്കുവാനുള്ള സംവിധാനമുണ്ടാക്കുവാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും അവർ പറഞ്ഞു. ചമ്പക്കുളം ബ്ലോക്ക് ക്ഷീരവികസന വകുപ്പ് സംഘടിപ്പിച്ച ക്ഷീരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോൻസി സോണി. ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് ഈ മേഖലയിൽ വളരെയധികം പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ മേഖലയിൽ അവർ പിടിച്ചു നിൽക്കുന്നത്. നമുക്കറിയാം, പാലിന് വില വർദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും പാലിന്റെ വില വർധനവിന് ഇരട്ടിയായിട്ടാണ് കാലിത്തീറ്റയുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായം പറയുവാനായിട്ടുള്ളത്, സർക്കാർ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ മാതൃകയിൽ ക്ഷീര കർഷകരെ ദീർഘകാല അടിസ്ഥാനത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് സബ്സിഡി നിരക്ക് കാലിത്തീറ്റ കൊടുക്കുവാനുള്ള ഒരു സംവിധാനം അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്. ക്ഷീരവികസന വകുപ്പിന്റെയും ചമ്പക്കുളം ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെയും ക്ഷീര സഹകരണ സംഘങ്ങളുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, ആലപ്പുഴ ജില്ലാ സഹകരണ ബാങ്ക്, കേരള ഫീഡ്സ് എന്നിവരുടെയും സഹകരണത്തോടെയാണ് ക്ഷീരസംഗമം 2014-2015 സംഘടിപ്പിച്ചത്. കണ്ടങ്കരി പുല്ലങ്കടി ക്ഷീരസംഘം പരിസരത്താണ് പരിപാടി നടന്നത്. ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസ്സി ജോജി അധ്യക്ഷയായി. ജോർജ് മാത്യു പഞ്ഞിമരം, എസ് മായാദേവി, ജോപ്പൻ ജോയി, ആന്റണി ജോസഫ് എന്നിവർ സംസാരിച്ചു. ക്ഷീരസംഗമത്തോടനുബന്ധിച്ച് നടന്ന കന്നുകാലി കന്നുകുട്ടി പ്രദർശന മത്സരവും നടന്നു. മത്സരത്തിൽ കറവ പശുക്കൾ, കിടാരികൾ, കന്നുകുട്ടികൾ, എരുമകൾ എന്നിവയെ കർഷകർ പങ്കെടുപ്പിച്ചു. എല്ലാ വിഭാഗത്തിലും 1ാം സ്ഥാനത്തെത്തുന്ന ഉരുക്കളുടെ ഉടമസ്ഥന് സമ്മാനം നൽകും. കറവ പശു വിഭാഗത്തിന് 1ാം സമ്മാനം മരിയ ജുവലറി ചമ്പക്കുളം നൽകുന്ന സ്വർണ്ണ നാണയമാണ്. ക്ഷീരവികസന ഓഫീസർ CD ശ്രീലേഖ ക്ഷീരസംഗമത്തിന് നേതൃത്വം നൽകി. ഇതോടനുബന്ധിച്ച് നടന്ന വന്ധ്യതാ പരിശോധനാ ക്യാമ്പിന് ഡോക്ടർ G ജോർജ്, ഡോക്ടർ V ചന്ദ്രമോഹൻ നായർ, ഡോക്ടർ റാണി ഗോപിനാഥ് എന്നിവർ നേതൃത്വം നൽകി. ക്ഷീരസംഗമത്തിന്റെ 2ാം ദിവസമായ ശനിയാഴ്ച കണ്ടങ്കരി ദേവിവിലാസം സ്കൂളിൽ നടക്കുന്ന പൊതുസമ്മേളനം തോമസ് ചാണ്ടി MLA ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭ ഹരി ക്ഷീരകർഷകരെ ആദരിക്കും. UDF സർക്കാരിന്റെയും ബോർഡ് മാനേജ്മെന്റിന്റെയും തെറ്റായ നടപടിക്കെതിരെ വൈദ്യുതി തൊഴിലാളികൾ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. CITU ആലപ്പുഴ ജില്ലാ ഓഫീസിന് സമീപത്തു നിന്നും മാർച്ച് ആരംഭിച്ചു. തുടർന്ന് ആലപ്പുഴ ഡിവിഷണൽ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CITU ജില്ലാ സെക്രട്ടറി PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ മന്ത്രി പറഞ്ഞത് മന്ത്രിക്ക് ഭയങ്കര ജോലി ഭാരമാണ്, 2 വകുപ്പും കൂടെ ഒന്നിച്ചു കൊണ്ടുപോകാമെന്നതിന്റെ പ്രശ്നമാണ്. അതൊന്ന് കട്ടപ്പുറത്താക്കിയെടുത്തു. അതൊക്കെ സംഘടനറിയാൻ കേൾക്കാം. അതെന്തായാലും ആഭ്യന്തര വകുപ്പ് നഷ്ടപ്പെട്ടപ്പോൾ തിരുവല്ലൂർ രാധാകൃഷ്ണനെ കട്ടപ്പുറത്ത് കയറ്റാൻ വേണ്ടി ആ വകുപ്പായാണ് ഏൽപ്പിച്ചത്. അതെന്ത് വായിക്കുന്നത്? അതിനിപ്പോ അദ്ദേഹത്തിനുള്ള നാരായണ മുഹമ്മദിനുള്ളത് ഈ KSTB എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നമ്മുടെ നാട്ടിലെ വൈദ്യുതി മേഖലയിലെ ഉത്തരവാദിത്വം മാത്രമാണ്. കഴിഞ്ഞ ജീവസഭാ സമ്മേളനം തുടങ്ങിയ 2ാം ദിവസം തന്നെ പ്രതിപക്ഷ നേതാവും വിജയസച്ചതാണ് ഒരു ചെറിയ പഴക്കമെന്ന് പറഞ്ഞാൽ മതി, ചെറിയ പഴക്കം വരുന്നു. അതിനുശേഷം നിയമസഭ തീരുന്നതുവരെ നാരായണ മുഹമ്മദ് വാവടിച്ചിട്ടില്ല. കഴിഞ്ഞാൽ അവസാനിക്കുന്നവർ നാരായണ മുഹമ്മദ് ജീവിച്ചിരിക്കുന്നവർ എന്ന് പറഞ്ഞില്ല.
KSEB വർക്കേഴ്സ് അസോസിയേഷൻ CITU ആലപ്പുഴ ഡിവിഷൻ പ്രസിഡന്റ് PJ ജോസഫ് അധ്യക്ഷനായി. UJ ജയകുമാർ, PJ പോൾ, KS ലേഖ തുടങ്ങിയവർ സംസാരിച്ചു. പൊതു സ്ഥലംമാറ്റ ഉത്തരവ് ഇറക്കുക, സ്ഥലമാറ്റം ഓൺലൈൻ വഴിയാക്കുക, നിയമനങ്ങളും പ്രമോഷനും ഉടൻ നടത്തുക, ഒഴിവുകൾ നികത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത്. വള്ളംകളിയുടെയും വള്ളംകളി പ്രേമികളുടെയും നാട്ടിൽ വിസ്മയം തീർക്കുവാൻ സെന്റ് പയസ് ബോട്ട് ക്ലബിന്റെ സെന്റ് പയസ് ചുണ്ടൻ നീരണിഞ്ഞു. കഴിഞ്ഞ 5 വർഷങ്ങളായി ജലോത്സവ വേദികളിൽ നിറസാന്നിധ്യമായിരുന്ന സെന്റ് പയസ് ബോട്ട് ക്ലബിന്റെ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെടുന്നത്. ചുണ്ടൻവള്ള നിർമ്മാണ ചരിത്രത്തിലെ രാജശില്പി കോയിൽമുക്ക് നാരായണനാചാര്യയുടെ ഇളയ മകനായ സാബു നാരായണനാചാര്യാണ് സെന്റ് പയസ് ചുണ്ടന്റെ ശില്പി. ചുണ്ടൻ നീരണിയുന്നതിനോടനുബന്ധിച്ച് രാവിലെ സെന്റ് പയസ് ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയും നൊവേനയും നടന്നു. സെന്റ് പയസ് ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ് ഫാദർ സിറിൽ 40 ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ ജില്ലാ കളക്ടർ N. പത്മകുമാർ അധ്യക്ഷനായിരുന്നു. ആലപ്പുഴ RDO ആസാദ് മുഖ്യപ്രഭാഷണം നടത്തി. ആന്റണി സ്കറിയ, ഫാദർ സെബാസ്റ്റ്യൻ മണ്ണാന്തുരുത്തിൽ, RK കുറുപ്പ്, ജെയിംസ് കുട്ടി തിരുവാർപ്പ്, പുന്നൂസ് ജോസഫ്, BR പ്രസാദ്, VK വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മുന്നോടിയായി ജവഹർ ബോട്ട് ക്ലബ് ജവഹർ തായങ്കരി ചുണ്ടൻ കുമരകം തിരുവാർപ്പ് ബോട്ട് ക്ലബിന് കൈമാറി. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12:30 1 ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ചുണ്ടൻ കൈമാറിയത്. ചടങ്ങിൽ 100 കണക്കിന് ജലോത്സവ പ്രേമികളാണ് പങ്കെടുത്തത്. ചുണ്ടന്റെ കൈമാറൽ ചടങ്ങിൽ ജവഹർ ബോട്ട് ക്ലബ് പ്രസിഡന്റ് ആന്റണി ഫ്രാൻസിസ് 1 പങ്കായം കുമരകം തിരുമാപ്പ് ബോട്ട് ക്ലബിന്റെ ക്യാപ്റ്റൻ ജെയിംസ് കുട്ടി ജേക്കബിന് കൈമാറി. ശനിയാഴ്ച മുതൽ ജവഹർ തായങ്കരിയുടെ പരിശീലന തുഴച്ചിൽ ആരംഭിക്കും. ടോം ദേവസ്യ, ജിജിമോൻ തുടങ്ങിയവർ പങ്കെടുത്തു. കർഷകർക്ക് ലാഭവിഹിതം ഉറപ്പാക്കി പുതിയ കാർഷിക നയം വരുന്നു. ലാഭാവകാശം നടപ്പാക്കുന്നതോടെ ഉൽപ്പന്നത്തിന്റെ അന്തിമ രൂപത്തിന് ലഭിക്കുന്ന ലാഭത്തിന്റെ 1 പങ്കും കർഷകന് അവകാശമുണ്ടാകും. 1 കിലോ നെല്ലിന് 19 രൂപയാണ് കർഷകർക്ക് ലഭിക്കുന്നത്. എന്നാൽ നെല്ല് സംസ്കരിച്ച് അരിയാക്കി നൽകുമ്പോൾ 60 രൂപ വരെയാണ് വിപണി വില. ഈ ലാഭത്തിന്റെ 1 പങ്ക് ഇനി കർഷകർക്ക് ലഭിക്കും. പുതിയ നയം നടപ്പാക്കുന്നതോടെ കൃഷി വകുപ്പിനെ പുനഃസംഘടിപ്പിക്കും. ഇതിന്റെ ഭാഗമായി വകുപ്പിന്റെ പേര് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ്, അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് എന്നാക്കും. അതോടൊപ്പം കർഷകർക്ക് റോയൽറ്റി അവകാശത്തിനുള്ള അവസരവും ഒരുങ്ങുന്നുണ്ട്. രാജ്യത്തെ ജനതയുടെ ഭക്ഷ്യസുരക്ഷയ്ക്കായി പ്രയത്നിക്കുന്ന കർഷകർക്ക് ആശ്വാസം പകരുന്ന നടപടിയാണിത്. പാരമ്പര്യ വിത്തിനങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൃഷി നടത്തിവരുന്ന ഇന്ത്യൻ കർഷകർക്ക് കൂച്ചുവിലങ്ങിടാൻ ആഗോള ഉദാരവൽക്കരണത്തിന്റെ ഭാഗമായി വിദേശ കുത്തക വിത്ത് കമ്പനികൾ നമ്മുടെ രാജ്യത്തുമെത്തി. വിദേശ കമ്പനികളുടെ വിത്തും വളവും കീടനാശിനിയും ഒക്കെ വാങ്ങാൻ കർഷകർ നിർബന്ധിതരായി. എന്നാൽ അതിനു മാറ്റം വരുത്തിക്കൊണ്ട് കേരളത്തിലെ കർഷകരെ സംരക്ഷിക്കുവാൻ നാടൻ വിത്തിനങ്ങൾ രജിസ്ട്രേഷൻ വഴി സംരക്ഷിക്കുവാനാണ് സർക്കാർ തീരുമാനം. വിത്തിനങ്ങളുടെ അവകാശികളായ വ്യക്തികൾക്കും കർഷക സമൂഹത്തിനും ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്കും ഇവർ സംരക്ഷിച്ചു പോരുന്ന സസ്യങ്ങൾ രജിസ്റ്റർ ചെയ്യാം. ആരുടെ പേരിലാണോ സസ്യ ഇനം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ സമ്മതം കൂടാതെ വിത്തുകൾ വിൽപ്പന ചെയ്യുവാനോ കയറ്റുമതി ചെയ്യുവാനോ കഴിയില്ല. വിത്തുകൾ ക്രയവിക്രയം ചെയ്യുന്നതിനും ഇവ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുക്കുന്ന പുതിയ വിത്തിനങ്ങളുടെ വിപണനത്തിനും രജിസ്റ്റർ ചെയ്യുന്ന ആൾക്ക് റോയൽറ്റിയും ലഭിക്കും. കേരളത്തിൽ വളരുന്ന തെങ്ങ്, നെല്ല്, വെണ്ട, കുരുമുളക്, ഏലം, ഇഞ്ചി, മഞ്ഞൾ, തക്കാളി, മാവ് തുടങ്ങിയവയ്ക്കും ഈ പരിരക്ഷ ലഭിക്കും. വിത്തിനങ്ങളുടെ തനിമ, രോഗ കീട പ്രതിരോധ ശേഷി, ഏകത, വ്യത്യസ്തത എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും രജിസ്ട്രേഷൻ. പിന്നീട് ഈ വിത്തിനങ്ങൾ ദേശീയ ജീൻ ബാങ്കിൽ സൂക്ഷിക്കും.
അതേസമയം രജിസ്റ്റർ ചെയ്യാതെ ഒരു സസ്യയിനം രജിസ്റ്റർ ചെയ്തതാണെന്ന രീതിയിൽ പ്രചരിപ്പിച്ചാൽ 3 വർഷം വരെ തടവും 5 ലക്ഷം രൂപ പിഴയും ലഭിക്കാം. ഈ സംരംഭം നടപ്പാക്കുന്നത് കർഷക പ്രയത്നത്തിനുള്ള അംഗീകാരമാണ്. സർക്കാർ ഇച്ഛാശക്തിയോടെ ഇത് നടപ്പാക്കേണ്ടതുണ്ട്. ന്യൂസ് ഡെസ്ക് KCV. നീണ്ട വർഷങ്ങൾക്ക് മായ്ക്കാനാവാത്ത ആത്മബന്ധങ്ങൾ ഒന്നിച്ചു ചേർന്നു. എടത്വ സെന്റ് അലോഷ്യസ് ക്യാമ്പസിലാണ് കോളേജിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പൂർവ്വ വിദ്യാർത്ഥി ചർച്ചാ സംഗമം നടന്നത്. കുട്ടനാട്ടിലെ ഏക ആർട്സ് ആൻഡ് സയൻസ് സീനിയർ കോളേജായ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിലെ ആദ്യ ബിരുദ കോഴ്സിലെ വിദ്യാർത്ഥികളുടെ സംഗമമാണ് നടന്നത്. 1977-80 കാലഘട്ടത്തിൽ കോളേജിലേക്ക് എത്താൻ ബോട്ട് സർവീസ് അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ലായിരുന്നു. ആ ഓർമ്മ നിലനിർത്തുവാൻ ബോട്ടിലാണ് സുവർണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള പതാക ജാഥ സംഘടിപ്പിച്ചത്. കളിവള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലുമായി നിരവധി നാടൻ കലാരൂപങ്ങളുടെ അകമ്പടിയോടെയാണ് പതാക പ്രയാണ ജാഥ നടന്നത്. കോളേജിന്റെ ആദ്യ പ്രിൻസിപ്പൽ PT ജോസഫിന്റെ വസതിയിൽ നിന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ PC അനിയൻകുഞ്ഞ് പതാക ഏറ്റുവാങ്ങി. കൊച്ചുപള്ളി ജെട്ടി, കല്ലൂർക്കാട് ഫൊറോന പള്ളി, ചമ്പക്കുളം ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ പ്രയാണ ജാഥയ്ക്ക് സ്വീകരണം നൽകി. പൂർവ്വ വിദ്യാർത്ഥികളും ഒപ്പം ചേർന്നു. കോളേജ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന സമ്മേളനം എടത്വ പള്ളി വികാരി ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. 50 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സ്വപ്നം ഇന്ന് ഏതാണ്ട് യാഥാർത്ഥ്യമായി. ഇനിയും നമുക്കേറെ വളരുവാനുണ്ട്. ആ വളർച്ചയിൽ ദൈവത്തിന്റെ കരങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ശക്തി പകരും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. നാളത്തെയും ഇനിയുള്ള ദിവസങ്ങളിലെയും പ്രത്യേകിച്ച് 1 വർഷം നീണ്ടു നിൽക്കുന്ന നമ്മുടെ ജൂബിലി ആഘോഷങ്ങളുടെ എല്ലാ പരിപാടികൾക്കും നിങ്ങളുടെ സഹകരണവും സഹായവും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ പതാക പ്രയാണം അത്യന്തം അധ്യാപക സുഹൃത്തുക്കളെയും പൂർവ്വ വിദ്യാർത്ഥികളെയും മാനേജ്മെന്റിന്റെ പേരിൽ ബോംബ് സ്ഫോടനങ്ങളുടെയും വെടിയൊച്ചകളുടെയും ഇടയിൽ നിന്ന് നാട്ടിലെത്തിയതിന്റെ ആശ്വാസത്തിലാണ് സന്തോഷും ജയപ്രകാശും. ഇവരുടെ ദുരന്തകഥ ആദ്യം പുറത്തു കൊണ്ടുവന്നത് KCV വാർത്തകളാണ്. കഴിഞ്ഞ 4 മാസം മുമ്പാണ് ഇരുവരും ഇറാഖിലെ കുർദിസ്ഥാനിലേക്ക് പോയത്. ഇടനിലക്കാരൻ മുഖേനയാണ് ഇവർ ഇറാഖിലേക്ക് പോയത്. എന്നാൽ ഇടനിലക്കാരൻ പറഞ്ഞ കമ്പനിയിൽ ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് ഇറാഖിലെ സ്വകാര്യ കമ്പനിയിലായിരുന്നു ജോലി ലഭിച്ചത്. ജയപ്രകാശും സന്തോഷും വെള്ളിയാഴ്ച വെളുപ്പിന് 1:30 നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. പാസ്പോർട്ട് ഇല്ലാത്തതിനെ തുടർന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് നടത്താൻ താമസം നേരിട്ടതിനെ തുടർന്ന് 5:30 വിമാനത്താവളത്തിൽ നിന്നും പുറത്തുകടക്കാൻ സന്തോഷിനും ജയപ്രകാശിനും സാധിച്ചത്. ട്രെയിൻ മാർഗം തിരുവല്ലയിലെത്തിയ ഇരുവരും KSRTC ബസ്സിലാണ് എടത്വയിലെത്തിയത്. എടത്വയിലെത്തിയ സന്തോഷിനെയും ജയപ്രകാശിനെയും വിവിധ രാഷ്ട്രീയ, സാംസ്കാരിക സംഘടനാ നേതാക്കളും എടത്വയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളും ചേർന്ന് സ്വീകരിച്ചു. എടത്വയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് സന്തോഷിനെയും ജയപ്രകാശിനെയും വീട്ടിലെത്തിച്ചത്. ഞങ്ങളുടെ കമ്പനിയിലേക്ക് കയറി ജോലി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളെ ഇവിടുന്ന് അവോയ്ഡ് ചെയ്താലേ അവർക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അവിടുത്തെ മുതലാളിയെ സപ്പോർട്ട് ചെയ്യുക. കാരണം പുള്ളി അവിടെ നാട്ടുകാരനല്ലേ, പുള്ളി വിദേശിക്ക് സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഏജൻസികൾ ശരിയല്ല. കാരണം നമ്മൾ ഇപ്പോൾ ഒരു വിസ തന്നു കഴിഞ്ഞാൽ ഏജൻസി അവരുടെ ഇഷ്ടത്തിന് ഉള്ള എഗ്രിമെൻറ്റ് വെക്കുകയാണ്. ഒരുപക്ഷെ അവിടെ ചിലപ്പോൾ ഫുഡിൻ്റെ കാര്യം ഞാൻ പോയ കമ്പനി എന്ന് വെച്ചാൽ 2 നേരം അവർ ഫുഡ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഏജൻസി പറഞ്ഞ് 3 നേരം ഫുഡ് ഉണ്ടെന്ന്. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ 2 നേരം കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഏജൻസി പറഞ്ഞ തെറ്റാണെന്ന് അവർ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ. ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ. ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്. സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ 600 കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ.
പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയാണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. കേരള സ്റ്റേറ്റ് പോലീസ് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. AR ക്യാമ്പിൽ നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി KK ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതായത് ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത് പറഞ്ഞാൽ 56 വയസ്സ് മുതൽ പല തട്ടുകാരാണ്. 56, 57 ഇങ്ങനെ വയസ്സിൻ്റെയും അതെ 80 വയസ്സടക്കമുള്ളവർ പലരും, അതായത് സർവീസിന്റെ അത്ര തന്നെ പെൻഷനായവരുണ്ടാവുമെന്നാണ് എൻ്റെ വിഷയം. എത്ര വർഷം സർവീസ് ചെയ്തോ അത്ര വർഷം തന്നെ പെൻഷൻ കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടാവും. എങ്കിലും സംഘടിക്കാനും ഒന്നിച്ച് കാണുവാനും കിട്ടുന്നൊരവസരം വളരെയേറെ സന്തോഷം ചെയ്യുന്നൊരു കാര്യമാണ്. കുറേ നാൾ കഴിയുമ്പോൾ ഞാനും ഈ കൂട്ടിലേക്ക് വന്നു കയറാനുള്ള ഒരു കിളിയാണല്ലോ. കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ എനിക്കും ഇത്തരത്തിൽ വന്നിരുന്ന് പ്രസംഗം കേൾക്കാനുള്ള ഒരു അവസരവും എൻ്റെ ആവശ്യങ്ങൾ നിങ്ങളോട് പറയാനും അല്ലെങ്കിൽ സംഘടനയോട് പറയാനും ആ സംഘടനാ തലത്തിൽ പ്രശ്നങ്ങൾ തീർത്ത് കിട്ടുമെങ്കിൽ അതിനും വേണ്ടിയുള്ളതാണ്. എങ്കിലും നമ്മളേറെ വിമർശിക്കപ്പെടുന്ന ഒരു സംഘമാണ്. സർക്കാർ ജീവനക്കാരിൽ ഏറെ വിമർശിക്കപ്പെടുന്ന ഒരു അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് ED തമ്പി അധ്യക്ഷനായി. റിട്ടയർഡ് IPS KN പാൽ മുഖ്യപ്രഭാഷണം നടത്തി. S രാധാകൃഷ്ണൻ നായർ, ഐവാൻ രത്തിനം, M ജോൺസൺ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ കോഴ്സുകളും സ്കൂളുകളും അനുവദിക്കുന്ന വിവാദത്തിനിടെ +1 പ്രവേശനം കുഴഞ്ഞുമറിയുന്നു. പ്രവേശന നടപടികൾ പാതി വഴിയിലായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ്. സംസ്ഥാനത്ത് ഇത്തവണ SSLC വിജയം 95.47% ഏപ്രിൽ 16 ഫലം വരികയും ചെയ്തു. 4.42 ലക്ഷം വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. എന്നാൽ മികച്ച മാർക്കുണ്ടായിട്ടും മിക്ക കുട്ടികൾക്കും ആഗ്രഹിച്ച കോഴ്സോ സ്കൂളോ കിട്ടിയില്ല. പലരും മാറ്റത്തിന് അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ്. 14 ക്ലാസ് തുടങ്ങിയെങ്കിലും അധ്യയനം നടക്കുന്നില്ലെന്നും പരാതിയുണ്ട്. ഏകജാലക സംവിധാനം വഴി 2 അലോട്ട്മെന്റായിട്ടായിരുന്നു ഇത്തവണ പ്രവേശനം. 4,87,366 അപേക്ഷകരിൽ 2,20,049 പേർക്ക് പ്രവേശനം കിട്ടിയതായാണ് കണക്ക്. മെറിറ്റ് കോട്ടയിലും സ്പോർട്സ് കോട്ടയിലും പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കോമ്പിനേഷൻ മാറ്റത്തിനും സ്കൂൾ മാറ്റത്തിനുമുള്ള സമയം വ്യാഴാഴ്ച അവസാനിച്ചിരുന്നു. ഇതും 20% സീറ്റ് വർധനയും ഉൾപ്പെടുത്തി ഒഴിവുകളുടെ വിശദാംശങ്ങൾ വെള്ളിയാഴ്ച പ്രസിദ്ധീകരിച്ചു. 22 വരെ ഇതിലേക്ക് ഓപ്ഷൻ സമർപ്പിക്കാം. മാനേജ്മെന്റ് സീറ്റിൽ പ്രവേശനം പൂർത്തിയായ ശേഷമാണ് സർക്കാർ 20% അധികം സീറ്റും പുതിയ സ്കൂളും അനുവദിച്ചത്. ഫലത്തിൽ പണം കൊടുത്ത് സീറ്റ് വാങ്ങിയവർക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കില്ല. കുട്ടികൾ അതേ ക്ലാസ്സിൽ തന്നെ ഉണ്ടാകുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ അധ്യയനം എവിടെയും തുടങ്ങിയിട്ടില്ല. ഒന്നും പോരാഞ്ഞിട്ട് ഇത്തവണ പാഠപുസ്തകങ്ങൾക്കും മാറ്റമുണ്ട്. മാറിയ പുസ്തകം മാത്രമല്ല, മാറാത്ത പുസ്തകങ്ങളും പല സ്കൂളുകളിലും എത്തിയിട്ടില്ല. പുസ്തകങ്ങൾക്ക് 3 ഇരട്ടി വില വർദ്ധിപ്പിച്ചത് കൂനിന്മേൽ കുരു എന്ന അവസ്ഥയിലായി. അധ്യാപകർക്കാകട്ടെ ഇത്തവണ പരിശീലനവും നൽകിയിട്ടില്ല. പുതിയതായി സ്കൂളും ബാച്ചും അനുവദിച്ചിടങ്ങളിൽ അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് KCV. റോഡ് അപകടങ്ങളിൽപ്പെടുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് വിദ്യാർത്ഥികൾക്കായി റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടികൾ വ്യാപിപ്പിക്കുന്നു. റോഡ് സുരക്ഷാ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സിനായി ക്ലാസ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ നടന്ന പരിപാടിയിൽ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ D ജയരാജ് ക്ലാസ് നയിച്ചു. വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് കോർഡിനേറ്റർ അസീസ് എ സലാം പരിപാടിക്ക് നേതൃത്വം നൽകി. പുളിങ്കുന്ന് പഞ്ചായത്ത് ഓഫീസും മാവേലി സ്റ്റോർ പരിസരവും ഒറ്റമഴയിൽ വെള്ളത്തിലാകും. പുളിങ്കുന്ന് പഞ്ചായത്ത് 13ാം വാർഡിലാണ് പഞ്ചായത്ത് ഓഫീസും മാവേലി സ്റ്റോറും ഉള്ളത്. ഗ്രാവലോ 1-2 വണ്ടി മക്കോ അടിച്ചാൽ തീരാവുന്ന വെള്ളക്കെട്ടേ ഇവിടെയുള്ളൂ. നാട്ടുകാർക്ക് വെള്ളം ചവിട്ടാതെ പഞ്ചായത്തിലും മാവേലി സ്റ്റോറിലും വന്നു പോവുകയും ചെയ്യാം. എന്നാൽ ഇതിന് പഞ്ചായത്ത് സെക്രട്ടറി തയ്യാറാകുന്നില്ലെന്നാണ് ആരോപണം.
13ാം വാർഡിൽ 2 ലോഡ് ഗ്രാവലടിച്ചാൽ വികസനമെല്ലാം 13ാം വാർഡിലാണ് നടക്കുന്നതെന്ന് മറ്റു മെമ്പർമാർ പറയും എന്നതാണ് സെക്രട്ടറിയുടെ ആക്ഷേപം. 16ാം വാർഡിലേക്കുള്ള പുളുങ്ങുന്ന് പഞ്ചായത്തിലെ ഒറ്റ മെമ്പറും ഈ ഒരു കാര്യത്തെ എതിർക്കുമെന്ന് തോന്നുന്നില്ല. പുളുങ്ങുന്ന് പഞ്ചായത്ത് കെട്ടിടം പുതുക്കി പണിയാൻ തീരുമാനിച്ചപ്പോൾ താൽക്കാലികമായാണ് നേരത്തെ അറവുശാലയ്ക്കായി പണിതിട്ട കെട്ടിടത്തിലേക്ക് പഞ്ചായത്ത് ഓഫീസ് മാറ്റിയത്. പുളുങ്ങുന്ന് ജങ്കാർ കടവിന് സമീപം പുതിയ പഞ്ചായത്ത് ഓഫീസിന്റെ പണി പുരോഗമിക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഇവിടെ എന്തിനു മണ്ണടിക്കണം എന്ന ചോദ്യവും പഞ്ചായത്ത് സെക്രട്ടറി ചോദിക്കുന്നതായാണ് നാട്ടുകാർ പറയുന്നത്. ഈ മാവേലി സ്റ്റോറിൽ വെള്ളം കയറി പഞ്ചായത്തിന്റെ പുരയിടത്തിൽ വെള്ളം കയറിയുകൊണ്ട് ഞങ്ങൾക്ക് സാധനം മേടിക്കാനോ അല്ലെങ്കിൽ യാത്ര ചെയ്യാനോ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാരണം പഞ്ചായത്തിന് എന്തെങ്കിലും ഒരു പൊക്കോ എന്തെങ്കിലും ചെയ്തു തന്നത് വളരെ സന്തോഷമായിരിക്കും ഞങ്ങൾക്ക്. വിദ്യാർത്ഥികളുടെ ജീവൻ പൊതുനിരത്തുകളിൽ പൊലിയാതിരിക്കാൻ സ്റ്റുഡൻസ് റോഡ് സേഫ്റ്റി കമ്മിറ്റിയുടെ പ്രവർത്തനം ശക്തമാക്കുമെന്ന് കുട്ടനാട് ജോയിന്റ് ആർടിഒ ദിലു എ.കെ. കുട്ടികളുടെ ജീവൻ അപകടത്തിൽപ്പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ ഗവൺമെന്റ് എടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് റോഡ് സേഫ്റ്റി ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്. താലൂക്ക് ഓഫീസർ ചെയർമാനും ജോയിന്റ് ആർടിഒ കൺവീനറുമായ 12-അംഗ കമ്മിറ്റിയാണ് നിലവിലുള്ളത്. ഇതിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മോട്ടോർ വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ, സ്കൂൾ മാനേജ്മെന്റ്, PTA അംഗങ്ങൾ, വിവിധ സന്നദ്ധ സംഘടനകൾ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ കമ്മിറ്റിയിലെ അംഗങ്ങളാണ്. കുട്ടികളുടെ സ്കൂൾ യാത്രാ സൌകര്യങ്ങൾ കമ്മിറ്റി ദിനം പ്രതി വിലയിരുത്തുകയും പിഴവുകളുണ്ടെങ്കിൽ ഇവ ഇല്ലാതാക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുന്നതിനും അപകട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേണ്ട ക്രമീകരണങ്ങൾ നടത്തുന്നതിനും കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് മുൻതൂക്കം നൽകിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക, വിദ്യാർത്ഥികൾക്ക് നേരെ വിവിധ ഭാഗങ്ങളിൽ നിന്നുണ്ടാകുന്ന നിയമലംഘനം, സ്കൂൾ വാഹനങ്ങളിൽ യോഗ്യതയും മാന്യതയുമുള്ള ജീവനക്കാരാണെന്ന് ഉറപ്പുവരുത്തുക, കുട്ടികളുടെ യാത്രാ സൌകര്യങ്ങൾ നോക്കുവാൻ അധ്യാപകരെ ചുമതലപ്പെടുത്തുക, വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവർക്കും പ്രത്യേകം റോഡ് സുരക്ഷാ അനുബന്ധ ക്ലാസുകൾ നടത്തുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയെന്നും ഇതുവഴി കുട്ടികൾ അപകടത്തിൽപ്പെടുന്നത് തടയാൻ കഴിയുമെന്നും ജോയിന്റ് ആർടിഒ പറഞ്ഞു. ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി ഈ സ്കൂൾ കുട്ടികളുടെ വാഹന ഉപയോഗം, അതുപോലെ തന്നെ അവരെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾ, അവയുടെ അപകട സാധ്യത, അതുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും മോണിറ്റർ ചെയ്യാനും, അതുപോലെ തന്നെ ഇത്തരം വാഹനങ്ങൾ അപകട സാധ്യതകൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ മുൻകൂട്ടി തന്നെ എന്തെങ്കിലും ആവശ്യമായ മാറ്റങ്ങൾ, അത് ഏത് വകുപ്പിന്റേതായിരുന്നാലും കമ്മിറ്റി അത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും അത് ആവശ്യമായ ഡിപ്പാർട്ട്മെന്റിനെ കൊണ്ട് വേണ്ട ഭേദഗതികൾ, അത് റോഡിന്റെ മാർക്കിങ്സ് ആയിരുന്നാലും ബോർഡുകളുടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ബോർഡുകൾ ഒരുപക്ഷെ അപകട സാധ്യത ഉണ്ടാക്കുന്നതാണെങ്കിലും, അതുപോലെ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ യോഗ്യത, മാന്യത, അങ്ങനെയുള്ള ഘടകങ്ങളെല്ലാം തന്നെ ഈ കമ്മിറ്റി വിലയിരുത്തുകയും രഹസ്യമായും പരസ്യമായും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുകയും അന്വേഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ കമ്മിറ്റി ഉദ്ദേശിക്കുന്നത്. സ്കൂൾ കുട്ടികളെ കയറ്റിക്കൊണ്ടുപോകുന്ന വാഹനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള അപകടം ഉണ്ടാകാൻ പോലും സാധ്യതയില്ല എന്നുള്ള ഉറപ്പുവരുത്തുക എന്നതാണ് ഈ കമ്മിറ്റിയുടെ ഉദ്ദേശം. ചരമവാർത്തകൾ. പുളിങ്കുന്ന് കണ്ണാടി കന്നിട്ടയിൽ ചെമ്പുപുറം തറ വർഗീസ് മാത്യു നിര്യാതനായി. 52 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചേന്നകരി കളപ്പുരക്കൽ ചിറ വീട്ടിൽ CJ പൊന്നപ്പൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ഗോപാലകർക്ക് കൈനിറയ സമ്മാനങ്ങളുമായി ക്ഷീരസംഗമത്തിന് തുടക്കം. 1ാം സ്ഥാനത്തെത്തുന്ന ഉരുവിന്റെ ഉടമസ്ഥന് സ്വർണ്ണ നാണയം സമ്മാനം. തൊഴിലാളികൾക്ക് സർക്കാരിന്റെ വക വൈദ്യുതാഘാതം. UDF സർക്കാരിന്റെയും വൈദ്യുതി ബോർഡിന്റെയും തെറ്റായ നയങ്ങൾക്കെതിരെ തൊഴിലാളികൾ സമരം നടത്തി. പമ്പയുടെ മാനസപുത്രനായി ജലരാജാക്കന്മാർക്കിടയിലേക്ക് സെന്റ് പയസ് തന്ത് പുത്തൻ ചുണ്ടൻ. നെഹ്റു ട്രോഫി ലക്ഷ്യമിട്ട് കന്നിയംഗം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.